ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഓൺ വോയിസിലൊരു വീഡിയോ ചെയ്യണത്. അതും ഫുൾ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഷോർട്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൺ വോയിസിൽ ഇതുവരെ ചെയ്തിട്ടില്ല. എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ മോളെ ഉറക്കിയിട്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അപ്പം ഇനി മോളെപ്പോൾ എണീക്കുന്നൊന്നും അറിയില്ല. അതുകൊണ്ട് കുറച്ച് പതുക്കെയാണ് ഞാൻ പറയണത് കേട്ടോ. കേൾക്കുന്നുണ്ടോ, എത്രമാത്രം കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. അയ്യോ, ക്യാമറ ഇവിടെയാണല്ലേ. ആദ്യമായിട്ട് ചെയ്യുമ്പോൾ പല മിസ്റ്റേക്കും ഉണ്ടാവും കേട്ടോ. പറയണതിലും ചിലപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടാവാം. അപ്പോൾ എന്തായാലും അത് എല്ലാവരും ഒന്ന് തിരുത്തി തരണം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. എൻ്റെ പേര് നാജിയ എന്നാണ്. മാരീഡാണ്. എനിക്ക് ഒരു മോളുണ്ട് കേട്ടോ. 1 വയസ്സായ ഒരു മോളുണ്ട്. പിന്നെ എൻ്റെ വീട് വരുന്നത് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആലിപ്പറമ്പ് എന്ന് പറയും. മലപ്പുറം ജില്ലയിലാണ്. പെരിന്തൽമണ്ണ ആ ഭാഗം. പെരിന്തൽമണ്ണ നമുക്ക് കുറേ പോരണം. പക്ഷേ പൊതുവെ എല്ലാവർക്കും കേട്ട് പരിചയം ഉണ്ടാവുക പെരിന്തൽമണ്ണ അല്ലെങ്കിൽ മലപ്പുറം എന്നൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ ഞാൻ എന്ത് പറയണമെന്നൊന്നും എനിക്ക് കുറേ പേര്, അതായത് കുറേ പേരൊന്നൊന്നുമില്ല, 1-2 പേരൊക്കെ എന്നെ കാണുമ്പോൾ എന്നെ അറിയണവർ കേട്ടോ. എന്താ ഫുൾ വീഡിയോ ഇട്ടൂടെ എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കണ്ടോക്കെ കേട്ടോ. ഇഷ്ടപ്പെട്ട എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം. പിന്നെ അപ്പോൾ അതിലൊരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫുൾ വീഡിയോ ഇട്ടൂടെ എന്ന്. സംഭവം എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ അതിനൊത്തൊരു സാഹചര്യം അല്ലെങ്കിൽ എന്താ പറയുക, അത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവുമല്ലേ, അതുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് സംസാരിക്കുമ്പോൾ പോലും അങ്ങനെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടാവോ, ആൾക്കാർ കളിയാക്കുമോ എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. കളിയാക്കൽ കിട്ടിയിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡിനാണ് കേട്ടോ. അത് വേറൊരു സത്യമാണ്. കാരണം എനിക്കങ്ങനെ അത്ര പ്രത്യേകിച്ചൊരു കളിയാക്കലോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഹസ്ബൻഡാകുമ്പോൾ പുറത്തധികം പോണതും ഒക്കെ അല്ലേ. അപ്പോൾ ഓരോ ഫ്രണ്ട്സും ഒക്കെ കളിയാക്കാറുണ്ട്. പക്ഷെ ആളത് വലിയ മൈൻഡ് ചെയ്യാറില്ല, എന്നോട് പറയാറുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു കാര്യം പറയാം. ഞാൻ ഇന്നലെ ഇങ്ങനെ റീൽസ് ഇങ്ങനെ കാണുന്നിടയിൽ ഒരു ചേച്ചീൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ആ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ കണ്ടൻറ് ക്രിയേഷൻസ്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുഴപ്പമില്ലാതെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഈ ഒരു ചേച്ചി പറയാണ്, നമ്മൾ ഒന്നിനു വേണ്ടി വെയിറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ കളിയാക്കും, മറ്റുള്ളവർ എന്തെങ്കിലും കരുതെന്ന് വിചാരിച്ചിട്ട് ഇരിക്കരുത്, അങ്ങോട്ട് വീടിട്ട് തുടങ്ങുക. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ഒരു മോട്ടിവേഷനായി. എന്താ ചെയ്താലും ഇനിയിപ്പോൾ കളിയാക്കിക്കോട്ടെ, അല്ലെങ്കിലും കളിയാക്കാറുണ്ട്. അതൊക്കെ ഒരു തുടക്കം അങ്ങനെ ഇരിക്കുമല്ലോ. എന്തിനും നമ്മൾ എഫേർട്ട് ഇട്ടിട്ട് ഇറങ്ങിയാൽ തന്നെ അല്ലേ ഉള്ളൂ എന്തിനും വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇതൊക്കെയാണ്. എന്തൊക്കെ പറഞ്ഞത് പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എന്തായാലും തിരുത്തി തരാം കേട്ടോ. കമൻറ്റ് ബോക്സിൽ പറയാം, അങ്ങനെയല്ല അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു തന്നാൽ ഞാനത് അടുത്ത വീഡിയോയിൽ തിരുത്തി തരാം. അപ്പോൾ ഫുൾ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇനി അങ്ങോട്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇടുമ്പോൾ ഇതിനെപ്പറ്റി പറയണമല്ലോ, ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണമല്ലോ. പിന്നെ ഒരാളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് എല്ലാം ചെയ്യണ്ടേ, ഡേ ഇൻ മൈ ലൈഫും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. പിന്നെ ഒരു കാര്യം, ഞാൻ ഈ ഒരു വീഡിയോ എൻ്റെ കണ്ണ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോവാം കേട്ടോ. അങ്ങനെ ഫസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ പോവുകയാണ് പെട്ടെന്ന്. ഫേസ്ബുക്ക് നോക്കുകയാണ്, ക്യാമറ ഈ സൈഡിലാണല്ലോ. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നെപ്പോലെ, അതായത് എൻ്റെ കാര്യം പറയാം, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ട് അല്ലെങ്കിൽ താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ അത്. അതായത് ഇങ്ങനെ വീഡിയോസ് ഇടുക, എഡിറ്റ് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പോൾ ഇന്നെപ്പോലെ കുറച്ച് പേരൊക്കെ ഉണ്ടാവും ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ഇങ്ങനെ വീഡിയോ ചെയ്യാനും ഒക്കെ താല്പര്യമുള്ളവരിങ്ങനെ മടി പിടിച്ചിട്ട് ചിലപ്പോൾ ഇരിക്കുന്നവരുണ്ടാവും. അതുപോലെ തന്നെ വേറെ ആരെങ്കിലും കുടുംബക്കാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അയൽവാസികളോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഇങ്ങനെ കളിയാക്കുമെന്നൊക്കെ വിചാരിച്ചിട്ട് നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും കളിയാക്കലൊക്കെ വരും, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് വെച്ചിട്ട് മുന്നോട്ട് പോവാം. അപ്പോൾ അത്രയ്ക്ക് പറയാനുള്ളത്. നമ്മൾ തുടങ്ങുക, ഏത് ടൈമിലാണ് നമുക്ക് ലക്ക് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കുറേ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്നതൊക്കെ അങ്ങനെ തന്നെ അല്ലേ. ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം കേട്ടോ. എനിക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി ഇൻസ്പിറേഷൻ തന്ന കാര്യങ്ങൾ പറയുകയാണേ. അപ്പോൾ എന്നെപ്പോലെ ആരെങ്കിലും ഇങ്ങനെ മടി പിടിച്ചിട്ട് അല്ലെങ്കിൽ കളിയാക്കുമോ എന്നൊക്കെ കരുതിയിട്ട് നിൽക്കുന്നവർ, അത് കരുതിയിട്ട് വീഡിയോ ചെയ്യാതെ നിൽക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക.
പറഞ്ഞ് എത്രത്തോളം കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നും അറിയില്ല കേട്ടോ. മോളിപ്പോൾ എണീക്കും എന്നുള്ളൊരു പേടിയിലാണ് ഒന്നാമത് ഇത് ചെയ്യണത് തന്നെ. ഓൾ ഉറങ്ങിയ ക്യാപ്പിൽ. പിന്നെ എന്താ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചിലവർക്കൊക്കെ വീട്ടിൽ സപ്പോർട്ട് കിട്ടാത്തവരുണ്ടാകും. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കിന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ ഉമ്മ തന്നെയാണ് കേട്ടോ. ഉമ്മ അങ്ങനെ പറയും വീഡിയോ എന്താ ഒരു ദിവസം പോലും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഒരു 3-4 മാസമൊക്കെ ആയിട്ട് ഞാൻ ഡെയിലി ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം വീഡിയോ കാണാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ ചോദിക്കും എന്തെന്ന് വീഡിയോ ഇടായിരുന്നത് എന്നൊക്കെ ചോദിക്കും കേട്ടോ. അങ്ങനെ എൻ്റെ ഉമ്മ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഉമ്മയാണെങ്കിലും ഹസ്ബൻഡാണെന്നുണ്ടെങ്കിലും എൻ്റെ ഉപ്പയാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ചെയ്യണ്ട എന്നൊന്നും എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഉപ്പാക്ക് പിന്നെ അങ്ങനെയൊന്നുമില്ല, ചെയ്താലും കുഴപ്പമില്ല ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു Q&A ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്, ചെയ്യണമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏതൊക്കെ തരം വീഡിയോസാണ് നിങ്ങൾക്ക് കാണണമെന്നുള്ളത് എന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അതായത് Q&A ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണമെന്നോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റെഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത ഡേറ്റ് കാണുന്നതായിരിക്കും. ബൈ.